ഗുഡ് മോർണിംഗ് ഓൾ. ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ SSL. What is SSL? A protocol developed by Netscape. It is a whole new layer of protocol which operates above the Internet TCP protocol and below high-level application protocol. SSL എന്ന് പറയുന്നത് ഒരു പ്രോട്ടോക്കോളാണ്. ഡെവലപ്പ് ചെയ്തത് നെസ്കേപ്പാണ്. ഇറ്റ് ഈസ് ഒരു ന്യൂ ലെയർ പ്രോട്ടോക്കോളാണ്. അത് ഓപ്പറേറ്റ് ചെയ്യുക TCP പ്രോട്ടോക്കോളാണ്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളാണ് TCP എന്ന് പറയുന്നത്. ആൻഡ് ഹൈ ലെവൽ ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോളാണ്. അത് ഒരു ബിലോ ഹൈ ലെവൽ ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോളാണ്. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. SSL റൺ എബവ് TCP ഓർ IP ആൻഡ് ബിലോ ഹൈ ലെവൽ ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾസ്. ഫസ്റ്റ് HTTP, LDAP, ഇംപ്ലിമെൻറ്റ്, അങ്ങനെ എക്സെട്രാ പോകും. പിന്നെ സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ ഉണ്ടാവും, TCP IP ലെയർ ഉണ്ടാവും, ആപ്ലിക്കേഷൻ ലെയറും നെറ്റ്വർക്ക് ലെയറും. വാട്ട് ക്യാൻ SSL ഡു? SSL use TCP or IP on behalf of their higher level protocol. Allows an SSL enabled server to authenticate itself to an SSL enabled client. Allow the client to authenticate itself to the server. Allow both machines to establish an encryption connector. SSL use TCP IP on the higher level SSL TCP IP protocols ആണ് യൂസ് ചെയ്യുന്നത്. allow SSL enabled to server to authenticate itself in an SSL enabled client. അതൊരു ഇറ്റ്സെൽഫ് ക്ലയൻറ്റിനെ സെർവറിനെയാണ് ഒതൻറ്റിക്കേഷൻ എലോ ചെയ്യുക. അത് കൂടാതെ തന്നെ സെർവറും എലോ ചെയ്യുന്നുണ്ട്. എലോ ബോത്ത് മെഷീൻസ് ടു എസ്റ്റാബ്ലിഷ് ആൻ എൻക്രിപ്റ്റഡ് കണക്ഷൻ. അതുപോലെ തന്നെ എൻക്രിപ്ഷൻ കണക്ട് ചെയ്യാനും SSL യൂസ് ചെയ്യുന്നുണ്ട്. ഇനി വാട്ട് ഡസ് SSL കൺസേൺ? SSL server authentication, SSL client authentication, and encryption, SSL connected or confidentiality. This protect against electronic eavesdrops. എന്ന് വെച്ചാൽ SSL സെർവർ ഒതൻറ്റിക്കേഷനും ക്ലയൻറ്റ് ഒതൻറ്റിക്കേഷന് കണക്ട് ചെയ്യാൻ കോൺഫിഡൻഷ്യാലിറ്റി എല്ലാത്തിനും കഴിയുന്നുണ്ട്. പിന്നെ ഇൻറ്റഗ്രിറ്റി, ദിസ് പ്രൊട്ടക്റ്റ് എഗെയിൻസ്റ്റ് ഹാക്കേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും SSL കൺസേൺ ചെയ്യുന്നുണ്ട്. SSL include two sub-protocol, the SSL record protocol and the SSL handshake protocol. ഇവിടെ യൂസ് ചെയ്യുന്ന 2 പ്രോട്ടോക്കോൾസാണ് റെക്കോർഡ് പ്രോട്ടോക്കോളും SSL ഹാൻഡ്ഷേക്ക് പ്രോട്ടോക്കോളും. റെക്കോർഡ് പ്രോട്ടോക്കോൾ പറഞ്ഞാൽ ഡിഫൈൻ ദ ഫോർമാറ്റ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് റെക്കോർഡ് പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്യുന്നത്. ഹാൻഡ്ഷേക്ക് പ്രോട്ടോക്കോൾ പറഞ്ഞാൽ യൂസിങ് ദ റെക്കോർഡ് പ്രോട്ടോക്കോൾ ടു എക്സ്ചേഞ്ച് മെസ്സേജ് ആൻഡ് SSL എനാബിൾ സെർവർ ആൻഡ് SSL എനാബിൾ ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള അവിടെ യൂസ് ചെയ്യുന്ന റെക്കോർഡ് ഓഫ് പ്രോട്ടോക്കോൾ എക്സ്ചേഞ്ച് ചെയ്യുക അഥവാ മെസ്സേജിനെ എക്സ്ചേഞ്ച് ചെയ്യാനാണ് ഹാൻഡ്ഷേക്ക് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. The exchange of message facilitates the following actions. Authentication the server to the client allows the client and server to select a cipher that both support. Optionally, authentication the client to the server. Use a public key encryption technique. Generate share secret. Establish an encryption SSL connection. ഒരു മെസ്സേജിനെ ഫോളോ ചെയ്യാൻ ഉപയോഗിക്കുക. ഫസ്റ്റ് ഒതൻറ്റിക്കേഷൻ സെർവർ ഒതൻറ്റിക്കേറ്റ് ചെയ്യും ക്ലയൻറ്റിനെ. എന്നിട്ട് എലോ ടു ദ ക്ലയൻറ്റ് ആൻഡ് സെർവർ ടു സെലക്ട് സിഫർ ടെക്സ്റ്റ്. രണ്ടിലും സപ്പോർട്ട് ചെയ്യുന്ന സിഫർ ടെക്സ്റ്റിനെ എലോ ചെയ്യും. പിന്നെ ഓപ്ഷനലി ഒതൻറ്റിക്കേഷൻ ടു ദ സെർവർ യൂസ് പബ്ലിക് കീ എൻക്രിപ്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അതിനെ സീക്രട്ട് കീ വെച്ചിട്ട് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് എസ്റ്റാബ്ലിഷ് ദ എൻക്രിപ്ഷൻ SSL കണക്ഷനിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത എൻക്രിപ്ഷൻ കൊടുക്കും.
Here next we discuss two useful terms. A certificate. A certificate has the following content. The certificate issues name the entity for whom the certificate is being issued. The public key of the subject sometimes stamps. ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്യൂസിൻ്റെ നെയിം ഉണ്ടായിരിക്കണം. പിന്നെ എൻറ്റിറ്റി ഹൂം ദ സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് ആരാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നും ഉണ്ടായിരിക്കണം. പിന്നെ എ ഡിജിറ്റൽ സിഗ്നേച്ചർ പറഞ്ഞാൽ എ മെസ്സേജ് ഡിജസ്റ്റ് ഡിറൈവ്ഡ് ഫ്രം ദ ഒറിജിനൽ വൺ ഹാസ് ഫോളോയിങ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്. The digest is difficult to reverse. It is hard to find a different message that compute to the same digest value. How does SSL work? How a client and server create a security connection. The SSLC protocol use RSA public key encryption to cryptography for internet security. Public key encryption use a pair of asymmetric key for encryption and decryption. The SSL വർക്ക് ചെയ്യുക ഫസ്റ്റ് തന്നെ ഒരു സെക്യൂരിറ്റി കണക്ഷൻ ക്ലയൻറ്റും സെർവറും ക്രിയേറ്റ് ചെയ്യും. SSLC പ്രോട്ടോക്കോൾ യൂസ് ചെയ്ത് RSA പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫി ഇൻ സെക്യൂരിറ്റി യൂസ് ചെയ്തിട്ട് പബ്ലിക് കീ എൻക്രിപ്ഷൻ യൂസ് എ പെയർ ഓഫ് സിമെട്രിക് കീ ഫോർ എൻക്രിപ്ഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. ഒരു പബ്ലിക് കീ എൻക്രിപ്ഷൻ യൂസ് ചെയ്യും, അതായത് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ചെയ്യാൻ വേണ്ടിയിട്ട്. How does SSL work? Each pair of key consists of a public key and a private key. The public key is made public by disturbing it widely. The private key is always kept secret. ഒരു പബ്ലിക് കീയും പ്രൈവറ്റ് കീയും ഉണ്ടാവും. പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു സീക്രട്ട് കീ ആയിരിക്കും. പബ്ലിക് എന്ന് പറഞ്ഞാൽ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി. ഡാറ്റ എൻക്രിപ്ഷൻ വിത്ത് ദ പബ്ലിക് കീ ക്യാൻ ബി decrypted only with the private key and vice versa. അതായത് ഡാറ്റ എൻക്രിപ്ഷൻ വിത്ത് ദ പബ്ലിക് കീ എന്ന് പറയുന്നത് ഡീക്രിപ്റ്റ് ചെയ്യുക പ്രൈവറ്റ് കീനെ ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഹൗ SSL വർക്ക്. ദ ഹാൻഡ് ഷേക്കിംഗ് ഡീറ്റെയിൽ. ഹാൻഡ് ഷേക്കിൽ എങ്ങനെയാണ് SSL വർക്ക് ചെയ്യാൻ? ഒരു ക്ലയൻറ്റും സെർവറും ഉണ്ടാവും. ക്ലയൻറ്റ് ഹെലോ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സെർവർ ഹെലോ ചെയ്യും. പിന്നെ സർട്ടിഫിക്കറ്റ് ഓപ്ഷനലാണ്, സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ഓപ്ഷനലാണ്. പിന്നെ സെർവർ കീ എക്സ്ചേഞ്ച് ചെയ്യും, സെർവർ ഹെലോ ഡൺ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഓപ്ഷനിലാണ്. ക്ലയൻറ്റ് കീ എക്സ്ചേഞ്ച് ചെയ്യും, സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യും, ചേഞ്ച് സിഫർ സ്പേസ് പിന്നെ ഫിനിഷ് ചെയ്യും. അപ്പോൾ സെർവർ സൈഡ് ചേഞ്ച് സിഫർ സ്പേസും ഫിനിഷ് ചെയ്യും, എൻക്രിപ്റ്റ് ഡാറ്റ എടുക്കും. ഇവിടുന്ന് ആ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. How SSL work? The handshaking details. First one, client hello. The client send the server information including the highest versions of SSL. It support and a list of the cipher suite it is supported. Server hello nu പറഞ്ഞാൽ the hello choose the higher versions of SSL and the best cipher suite that both the client and the server support and send this information to the client. Certificate പറഞ്ഞിട്ടുണ്ടെങ്കിൽ if server authentication is required, then the server send the client a certificate or a certificate chain. Certificate request എന്ന് പറഞ്ഞാൽ if the server need to authenticate the client, it send the client a certificate request. Server key exchange എന്ന് പറഞ്ഞാൽ the server send the client a server key exchange message when the public key inform sent in 3 above it's not sufficient for key exchange. Server hello done എന്ന് പറഞ്ഞാൽ the server tell the client is finished with the initial negotiation message. Certificate എന്ന് പറഞ്ഞാൽ if the server requests certificate from the client in message for the client send is certificate chain like the server did in message 3.
Client key exchange പറഞ്ഞാൽ the client generate information used to create a key to use for symmetric encryption for RSA. The client then encrypted this key information with the server's public key and send it to the server. Certificate verification verified one the send if the server is authentication, the client send the random number that the digital signs. When the server encrypt number with the client's public key, the server authentication the client. Change cipher space പറഞ്ഞാൽ the client tell the server to change the encryption mode. Finish എന്ന് പറഞ്ഞാൽ the client send the server to hash of the handshaking message. Exchange cipher space എന്ന് പറഞ്ഞാൽ the server tell the client to exchange the encrypted mode. Finish എന്ന് പറഞ്ഞാൽ the server send to the client a hash of the handshaking message. Encrypted data എന്ന് പറഞ്ഞാൽ the client and a server communicate using the symmetric encryption algorithm and the cryptographic hash function negotiated in message 1 and 2 using the secret key that the client sent to the server and message 8. The SSL handshaking is now completed. The server has the client use the session key to encrypt and decrypt the data. The sender to each other and to validate its integrity. Note that both client and server authentication involves encryption some piece of data with one key of a public private key and decryption with the other key. Thank you.